നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്കും ഇസ്രയേലിനും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ള ഒരു അഹന്തയിലായിരുന്നു ഹൂതികൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ആ അഹന്തയ്ക്ക് മുകളിൽ കയറി ഞായറാഴ്ച ഇസ്രയേൽ ഒരു അടി കൊടുത്തിട്ടുണ്ട്. യമനിൽ കയറി ആക്രമിച്ചിട്ടുണ്ട്. ആക്രമണം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഹൂതികളുടെ സാമ്പത്തിക നട്ടെല്ലുകൾ തകർത്തിട്ടുണ്ട്. അവരുടെ ആയുധപ്പുരകൾ ആക്രമിച്ചിട്ടുണ്ട്. വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ഒരു ആക്രമണം. ഏറ്റവും പ്രധാനപ്പെട്ടത് യമന്റെ തലസ്ഥാനമായ സനയിലായിരുന്നു ആക്രമണം നടന്നത്, കടുപ്പിച്ചത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഹുദൈദയിലും കയറി ഇസ്രയേൽ ആക്രമണം നടത്തി എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായും വലിയ ഒരു അടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ തിരിച്ചടി കൊടുത്തപ്പോൾ ഹൂതികൾക്ക്. ശരിക്കും നമുക്കറിയാം, ട്രിപ്പിൾ എച്ച്, ഇറാന്റെ പ്രോക്സികളിൽ ഏറ്റവും കരുത്തരാണ് ട്രിപ്പിൾ എച്ച്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ. അതിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പത്തിക്കടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്നത് ഈ പറയുന്ന യമനിലെ ഹൂതികളാണ്. അവരെ പക്ഷെ ആക്രമിക്കാൻ പരിമിതികൾ ഇസ്രയേലിന് കൂടുതലാണ്. എങ്കിൽ തന്നെയും ആ പരിമിതികളെ എല്ലാം മറന്നുകൊണ്ട് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തി എന്നുള്ളതാണ്. യമന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം കടുപ്പിച്ചത്. ഇതൊരു മുന്നറിയിപ്പാണോ? ഇനി ഹൂതികളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണോ? അതെ, ഇനി എന്തായാലും കാരണം ഹമാസ്, ഹിസ്ബുള്ള തീർന്നു, അവരുടെ കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇനി ഉള്ളത് ഹൂതികളാണ്. അപ്പൊ ഈ ഹൂതികളാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആവർത്തിച്ച ആക്രമണങ്ങൾ ഇസ്രയേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കപ്പലുകൾ പിടിച്ചെടുക്കുക, അങ്ങനെ കുറച്ചൊന്നും അല്ല അവർ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചയും വീണ്ടും ഇസ്രയേലിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിനെല്ലാമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ ആകാശം, സനയിലെ ആകാശം തീഗോളങ്ങളാലും പുകപടലങ്ങളാലും നിറഞ്ഞിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം കാണാൻ പറ്റാത്ത അത്ര വലിയ ഒരു ആക്രമണം തന്നെ നടത്തിയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പലസ്തീൻ 2 എന്നു പേരുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും 2 ഡ്രോണുകളും ഉപയോഗിച്ചാണ് വെള്ളിയാഴ്ച ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിച്ചത്. അപ്പോൾ ഇതിൽ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് മിസൈലുകളും ഡ്രോണുകളും എല്ലാം ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്ന് യഹ്യ സാരി വളരെയധികം വാദിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഉള്ള കടുത്ത ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി മുതൽ ഹൂതികളാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേൽ പ്രിസിഷൻ അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഹൂതികളുടെ മിസൈൽ ബേസുകൾ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ ടണലുകളിലുള്ള ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അവരുടെ എണ്ണ കേന്ദ്രങ്ങൾ, എണ്ണ എന്ന് പറയുന്നത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്. അപ്പോൾ ആ കേന്ദ്രങ്ങളിലൊക്കെ അടി കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ സനയിലെ കൊട്ടാരം, പ്രസിഡന്റിന്റെ കൊട്ടാരം, അവിടെ ആക്രമണം നടന്നു. പിന്നെ പറയാനുള്ളത് ഹുദൈദയിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഹുദൈദ എന്ന് പറയുന്നത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടയാണ്. അവിടെ മറ്റാർക്കും, ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയില്ല എന്നുള്ള അഹന്തയും അഹങ്കാരവുമായിരുന്നു ഹൂതികൾക്കുള്ളത്. ഇസ്രയേൽ ആക്രമണം തുടങ്ങി ആദ്യത്തെ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ അവിടെ നിന്ന്, അതായത് യമനിൽ നിന്ന് ഹൂതി തലവൻ അബ്ദുള്ള മാലിക് അൽ ഹൂത്തി ഹുദൈദയിലേക്ക് മാറി എന്നൊരു വിവരമുണ്ടായിരുന്നു. ഹുദൈദയിലെ ടണലുകളിലേക്ക് മാറി എന്നുള്ള ഒരു വിവരമുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യം വെച്ചത്, അതായത് ആക്രമണം നടത്തുന്നതോടൊപ്പം തന്നെ അൽഹൂത്തിയുടെ തലയും ഇസ്രയേൽ ലക്ഷ്യം വെച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കാം ഹുദൈദയിലും കയറി ഒരു ആക്രമണം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഇറാന്റെ അവശേഷിക്കുന്ന പ്രോക്സികളിലെ ട്രിപ്പിൾ എച്ചിലെ ഏറ്റവും പ്രധാനികളാണ് ഹൂതികൾ. നമ്മൾ അവരുടെ ശക്തി എത്രത്തോളമാണെന്ന് ഇതിനു മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒക്ടോബർ 23 അന്ന് ഒക്ടോബർ 7 തീയതി 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തി 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഹൂതികൾ രംഗത്ത് വരുന്നത്. അന്നൊന്നും ഈ ഹമാസിന്റെ അത്രയോ ഹിസ്ബുള്ളയുടെ അത്രയോ അടുത്തടുത്തായിട്ട് വന്നിരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നു, ചെങ്കടൽ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതുപോലെ ആക്രമണം നടന്നിരുന്നില്ല. അന്ന് ഇസ്രയേൽ പക്ഷേ ഹൂതികളെ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. ആക്രമണം മുഴുവനും ഇവിടെ മാത്രം ഹമാസിനും ഹിസ്ബുള്ളയും മാത്രം കേന്ദ്രീകരിച്ചാണ് നിന്നിരുന്നത്. ഹൂതികളെ വേണമെങ്കിൽ അമേരിക്ക കൈകാര്യം ചെയ്തോട്ടെ എന്നുള്ള മട്ടിലൊന്ന് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഇസ്രയേൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയൊന്നും ഇതിന് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് അവിടെയാണ് നമ്മൾ മുൻപ് ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്. അതായത് ഞങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ ആവശ്യമില്ല, അമേരിക്കയെ നോക്കിയിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞിരുന്നു. ജൂതരാഷ്ട്രത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ആരാണോ അവർക്ക് നേരെ ആക്രമണം കടുപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതും ഇസ്രയേൽ ക്യാറ്റ്സ് വെളിപ്പെടുത്തിയതാണ്. അതുകൂടാതെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഇസ്രയേലിലേക്ക് ചെറിയ ആക്രമണങ്ങളായിരുന്നില്ല ഹൂതി സംഘം നടത്തിയത്.
ഏറ്റവും പ്രധാനപ്പെട്ടതായി ടെല്ലവീവിലേക്ക്, ഇറാന് പോലും ടെല്ലവീവിലേക്ക് അത്ര കൃത്യമായ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഹൂതികൾ ആക്രമിച്ചു. ഇത് കൂടാതെ ഹൈഫ തുറമുഖം ആക്രമിച്ചു. ഇസ്രയേലിന്റെ ഒരു സാമ്പത്തിക കേന്ദ്രമാണ് ഹൈഫ തുറമുഖം. അവിടെ ഇവർ കൃത്യമായി തുടരെ അറ്റാക്കുകൾ നടത്തി. അപ്പോൾ ഏകദേശം ഇസ്രയേലിന് ബോധ്യമായിട്ടുണ്ട് ഹൂതികൾ ഇനി ഭൂമുഖത്തുണ്ടാകുന്നത് ജൂതരാഷ്ട്രത്തിന് നല്ലതല്ല എന്ന് വ്യക്തമായ ഒരു ബോധ്യത്തോടെയാണ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹൂതി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് എത്ര തന്നെ ഞങ്ങളെ ബോംബെറിഞ്ഞാലും എന്ത് തന്നെ ഞങ്ങളോട് ചെയ്താലും ഞങ്ങൾ ആരും ഗാസയെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് ഹൂതികളുടെ ഡെപ്യൂട്ടി മീഡിയ ചീഫ് നസ്രുദ്ദീൻ അമീർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. ഒരു തുള്ളി രക്തം നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. ഗാസയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനമാണ് ഇത് എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഇവര് ഹൂതികൾ ഒട്ടും പിന്നാക്കം നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇസ്രയേൽ അടിക്കുകയാണെങ്കിൽ തന്നെ അതിനെ തിരിച്ചടിക്കും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തിനും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന നിലയിൽ തന്നെയാണ് വീണ്ടും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ആയുധ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ഇവരുടെ മിസൈൽ ലോഞ്ച് പാട് എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര വിഷയമല്ല. യമൻ എന്ന രാജ്യത്തിന് പോലും ഉണ്ടാവില്ല, അവിടുത്തെ സേനയ്ക്ക് പോലും ഉണ്ടാകില്ല ഇത്രത്തോളം ആയുധങ്ങളും മിസൈലുകളും ഒക്കെ. അതായത് ടണലുകളിലാണ് ഇത് ഇറാൻ കൊടുക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവര് പക്ഷെ അല്ല എന്നാണ് പറയുന്നത്. അല്ല, ഇറാന്റെ സഹായം ഉണ്ട് എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനു മുൻപ് ഇസ്രയേലിന് നേരെ യമൻ ഹൂതികൾ ആക്രമണം നടത്തിയപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ബോംബുകളാണിത്. ഇത് അത്രത്തോളം മനുഷ്യന് നാശം സംഭവിക്കുന്ന, ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ബോംബുകളാണ്. ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഇറാന്റെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇവരുടെ കൈകളിലേക്ക് എത്തുക. ഇതിനു മുൻപ് ക്ലസ്റ്റർ ബോംബുകൾ നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് റഷ്യ യുക്രൈന് നേരെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ള ഒരു വിമർശനം വന്നു. അതിനുശേഷമാണ് പുടിന് യുദ്ധക്കുറ്റം ആരോപിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര കോടതി യുദ്ധക്കുറ്റം ആരോപിച്ചത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൂതി എന്ന സംഘത്തിന്റെ കയ്യിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത് ഇറാൻ ആണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നും. പക്ഷെ അവർ മൗനം പാലിക്കുകയാണെന്നും ഞങ്ങൾക്കെല്ലാം അറിയാമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണം നടന്നതിന് ശേഷം ടെല്ലവീവിലെ വ്യോമ താവളത്തിലെത്തിയാണ് ഈ ഹൂതികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പും ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. ഇതിനോടൊപ്പം തന്നെ ഇറാന്റെ മുദ്രാവാക്യവും ഹൂതികളുടെ മുദ്രാവാക്യവും ഒന്നാണ്. അവർ പറയുന്നത് അമേരിക്കയുടെ മരണം, ഇസ്രയേലിന്റെ മരണം, ജൂതന്മാർ മുടിയട്ടെ, ഇസ്ലാം ജയിക്കട്ടെ. ഇതാണ് ഹൂതികളുടെ മുദ്രാവാക്യമായിട്ട് പറയുന്നത്. ഇത് തന്നെയാണ് ഇറാന്റെയും പ്രഖ്യാപിത മുദ്രാവാക്യം എന്നാണ് അമേരിക്ക ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് ഹൂതികൾക്ക് സൈനിക സഹായവും സാമ്പത്തിക സഹായവും നൽകുന്നത് ഇറാനാണ് എന്നാണ് US പറയുന്നത്. ഹൂതികളെ മാത്രമല്ല ഹിസ്ബുള്ളയും ഹമാസിനെയും സംരക്ഷിക്കുന്നത് ഇറാനാണെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. യമനിലെ ആഭ്യന്തര യുദ്ധകാലത്താണ് ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വരെ ഇറാൻ ഹൂതികൾക്ക് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ അമേരിക്ക ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഈ ആരോപണങ്ങളെല്ലാം ഇറാനും നിഷേധിക്കുന്നുണ്ട്, ഹൂതികളും നിഷേധിക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് അവർക്ക് രാഷ്ട്രീയ പിന്തുണ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. ഇറാന്റെ പരിശീലനവും സഹായവും ആയുധങ്ങളും ഇല്ലാതെ ഇത്രയും കാലം ഹൂതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ എത്ര പ്രാവശ്യം പറയുമ്പോഴും അമേരിക്ക എത്ര കാര്യം പറയുമ്പോഴും ഇറാനെ അവർ ഈ കാര്യം കൊണ്ട് തന്നെ വളരെയധികം എതിർക്കുമ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആകെ രാഷ്ട്രീയമായ പിന്തുണ മാത്രം ഹൂതികൾക്ക് കൊടുക്കുന്നു എന്നാണ്. അത് പക്ഷെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാരണം നമുക്കറിയാം, ഈ പ്രോക്സികളിലേക്ക് ആയുധങ്ങളും പരിശീലനവും എല്ലാം കൊടുക്കുന്നത് ഇറാനാണ്. ഇറാന്റെ IRGC സേനയുടെ തലവന്മാരാണ് ഈ പറയുന്ന HHനൊക്കെ ആയുധ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭീകര സംഘടനയ്ക്ക് ഇത്രത്തോളം ആയുധങ്ങൾ അവരുടെ കൈകളിലേക്ക് എങ്ങനെ എത്തുന്നു? അത്യാധുനിക അവരുണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു. യമനിൽ ഉണ്ടാക്കുന്നുണ്ട് ഡ്രോണുകളൊക്കെ എന്ന് പറയുന്നത്. യമൻ എന്ന രാജ്യത്തിന് പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഈ പറയുന്ന ഡ്രോണുകൾ. പിന്നെ എങ്ങനെയാണ് ഒരു ഭീകര സംഘടനയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്? അവർ തന്നെയാണ്. അവർക്ക് അതിനുള്ള അറിവ് എവിടെ നിന്ന് കിട്ടുന്നു? പരിശീലനം എവിടെ നിന്ന് കിട്ടുന്നു? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇറാനിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നത്. എത്രയോ കാലങ്ങളായി ഈ പറയുന്ന ഇറാനാണ് ഇവർക്ക് ആയുധ സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ എന്നിട്ടും ഇറാൻ അതിനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ലോകം ഈ പറയുന്ന ഇസ്രയേൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. അവിടെയാണ്
2023 ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ അതിൽ കൃത്യമായി ഇറാന്റെ പങ്കുണ്ടായിരുന്നു എന്ന് തെളിവുകൾ സഹിതമാണ് ഇസ്രയേൽ പുറത്തുവിട്ടത്. എന്നിട്ടും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയാനോ ഇവരാരും തയ്യാറാകുന്നില്ല. ആത്യന്തികമായി ഇവരുടെ എല്ലാം ലക്ഷ്യം അമേരിക്കയും ഇസ്രയേലും തന്നെയാണ് എന്നുള്ളത് ലോകത്തിന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഇസ്രയേല് അമേരിക്കയൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ ഇറാന് ആണവ പരീക്ഷണങ്ങളുമായി ഒരു ഭയവും ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനൊന്നും അനുവദിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇസ്രയേൽ ഇല്ലാതാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത് ഈ ഹൂതികൾ വരുന്നത് തന്നെ യമനിൽ ഇവർക്ക് അധികാരം നഷ്ടപ്പെട്ടിരുന്നു. ഈ അധികാരം തിരികെ പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഹുസൈൽ അൽ ഹൂദിയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്. ഹുസൈലിന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂദിയാണ് ഇപ്പോഴത്തെ തലവൻ. ഇസ്രയേലിനും US-നും അവരുടെ പങ്കാളികൾക്കുമെതിരെ ഇറാൻ നയിക്കുന്ന പ്രതിരോധ സേനയിലെ അംഗങ്ങൾ. ഇതാണ് ഇവർ ലോകം മൊത്തം അറിയുന്നത്. പക്ഷേ ഹൂതികൾ എന്ന് പറയുന്നത് സർവശക്തന്റെ പടയാളികളാണ് എന്നാണ് അവര് സ്വയം അള്ളാഹുവിന്റെ പടയാളികളാണ് ഞങ്ങൾ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇവർ പക്ഷേ മലമടക്കുകൾക്ക് ഉള്ളിലിരുന്ന് ഒളിപ്പോര് നടത്തിയിരുന്ന ഒരു പ്രാകൃത സംഘം മാത്രമായിരുന്നു ആദ്യം തുടക്കകാലത്ത്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും അമേരിക്കയോട് പോലും മുട്ടാൻ മടിക്കാത്ത ഒരു ശക്തിയായി ഹൂതികൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ സഹായമാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ട പേര് അബ്ദുൾ മാലിക് അൽ ഹൂതി എന്ന അവരുടെ നേതാവാണ്. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഹുദൈദയിലേക്ക് അബ്ദുൾ മാലിക് അൽ ഹൂതി മാറി എന്നുള്ള വിവരം കിട്ടിയതോടെയാണ് ഹുദൈദയിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ആ തല ഇല്ലാതാകേണ്ടത് ആവശ്യമാണ്. അൽ ഹൂതിയുടെ തലയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ആവശ്യം, ഇസ്രയേലിനും ആവശ്യം. കാരണം ഇവരെ ഈ ഒരു ചെറിയൊരു സംഘമായിരുന്നു തുടക്കകാലത്ത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒളിപ്പോര് നടത്തിയിരുന്ന ഗറില്ല യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്ന. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും റഷ്യയുടെയും പക്കലൊക്കെ ഉള്ള ആയുധങ്ങൾ പോലെ അത്യാധുനിക ആയുധങ്ങൾ 10,000-കണക്കിന് ആളുകൾ ഇവരുടെ പിന്നിലുണ്ടെന്ന് വലിയൊരു സേന, ചെറിയ സേനയല്ല, 10,000-കണക്കിന് യുവാക്കൾ ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് യമനിലെ സൈനികരെ ഒതുക്കിയിട്ടാണ് ഹുദൈദ ഇവർ പിടിക്കുന്നത്. ഹുദൈദ പിടിക്കുന്നതോടുകൂടി വലിയ ശക്തിയായി ഇവർ മാറി, ഹൂതികൾ മാറി എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ പറഞ്ഞല്ലോ ഇറാൻ, ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല, ഒരു പങ്കുമില്ല എന്ന് ഇറാൻ വാദിക്കുമ്പോൾ നമ്മൾ ഈ അടുത്ത് ഇറാനും ഈ പറയുന്ന ഹൂതികളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഗാസയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കെ നിരന്തരം ഇസ്രയേലിനെ വരുതിയിലാക്കുന്നതിന് വേണ്ടി കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിച്ച ഘട്ടത്തിലാണ് അമേരിക്ക തിരിച്ച് ഹൂതികൾക്ക് വെല്ലുവിളി കൊടുത്തു. ഇനി ചെങ്കടലിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തിരിച്ച് അബ്ദുൽ മാലിക് അൽ ഹൂതി അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തതാണ്, ഇനി ഇറാനെ തൊട്ടാൽ ഞങ്ങൾ കളത്തിലിറങ്ങും. അപ്പോൾ അതായത് ഇറാൻ എപ്പോഴൊരു പ്രതിസന്ധി വന്നാലും ചാടി പുറപ്പെടുന്നത് ആദ്യം ഈ പറയുന്ന ഹൂതികളാണ്. അന്നാണ് ഈ പറയുന്ന ഹൂതികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. ബോംബുകളൊക്കെ ഹുദൈദയിലൊക്കെ അതിഭീകരമായ ബോംബിംഗ് ഒക്കെ അമേരിക്ക നടത്തിയതും പിന്നീട് ചില അറബ് രാജ്യങ്ങളുടെ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ഹൂതികൾ ഒതുങ്ങിയത്. പക്ഷേ ഇസ്രയേലിന് നേരെ വീണ്ടും ആക്രമണം ഒക്കെ നടത്തി വീണ്ടും രംഗത്തേക്ക് വരികയായിരുന്നു. പക്ഷെ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ അമേരിക്ക ഇടപെടാൻ തയ്യാറായിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഈ ഒരു യുദ്ധവും കൂടെ വയ്യ ട്രംപിന്. അതുകൊണ്ട് ട്രംപ് കുറച്ച് ക്ഷണിച്ചിരിക്കുകയാണല്ലോ, മറ്റേ പുടിനുമായിട്ടുള്ളതിൽ ഒന്നൊന്നും എത്താതിരിക്കുകയാണ്. സെലൻസ്കിയെ പോലും ഒന്ന് മയത്തിൽ കൊണ്ടുവന്ന് കൈ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ അതെ, ഹൂതികൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇസ്രായേൽ അതിന് മറുപടി കൊടുത്തോളൂ എന്ന് പറയാണ്. നമ്മൾ ഹൂതികളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഹൂതികൾക്ക് ഏറ്റവും കലി ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനോടുള്ള കലിവ് പോലെ തന്നെയാണ് ഹൂതികൾക്ക് കപ്പൽ കണ്ട ഹാലിളകും. അതാണ് പിന്നത്തെ ഒരു പ്രശ്നം. കപ്പലുകൾ പിടിച്ചെടുക്കുക, ചെങ്കടലിൽ കൂടി ഒരു കപ്പൽ പോയാൽ അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെയാണ് ഇവർ തുടങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശങ്ങൾ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് എന്നാണ് ഹൂതികൾ പറയുന്നത്. അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറെക്കുറെ അത് ശരിയായിട്ടും വരുന്നുണ്ട്. കുറച്ചൊരു മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെല്ലാം തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതെ വയ്യ. കാരണം ഗാസയിൽ നടത്തുന്നതെല്ലാം തന്നെ ശരിയാണ് എന്ന് പറയാൻ ലോകത്തിന് ഇപ്പോൾ കഴിയില്ല. കാരണം സ്ത്രീകളെയും കുട്ടികളെയും ആക്രമണം നടത്തുന്നതും അതുപോലെ തന്നെ ഗാസയുടെ 75% പിടിച്ചെടുത്തതിന് ശേഷവും വീണ്ടും ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ നോക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ റഫയിലേക്ക് സൈന്യങ്ങളെ അയക്കുന്നു, 60,000 സൈന്യങ്ങളെ അയക്കുന്നു.
പടയാളികളെ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ച് ഗംഭീരമായ ആക്രമണം തന്നെയാണ്. അതിന് വേണമെങ്കിൽ മനുഷ്യത്വരഹിതമെന്ന് പറയാം ഹൂതികൾക്കൊപ്പം ചേർന്ന്. പക്ഷേ ഹൂതികൾ പറയുന്നത് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി കൊടുക്കാതിരിക്കില്ല. ഇപ്പോൾ ഇസ്രയേല് ഗാസയ്ക്ക് നേരെ ആക്രമണം വ്യാപിപ്പിച്ചതിന്റെ മറുപടി കൂടിയായിട്ടാണ് ഹൂതി ആക്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രയേൽ എന്ന് ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ചുവോ അന്ന് മാത്രമാണ് യമനിൽ നിന്നുള്ള മിസൈൽ ലോഞ്ചറുകൾക്ക് വിശ്രമമുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആ മിസൈൽ ലോഞ്ചറുകളാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അവരുടെ ആയുധ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായി തന്നെ അവർ പറഞ്ഞു വെക്കുകയാണ് ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഗാസയ്ക്ക് വേണ്ടി എന്താണ് ഈ യമനിൽ നിന്ന് ഹൂതികൾ ചെയ്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഹമാസിനെ വളർത്തുന്നതിന് വേണ്ടി പണിയെടുത്തു. ഒരു കൂട്ടം ഭീകരരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി പണിയെടുത്തു. അവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പണിയെടുത്തു. അതൊക്കെ ശരിയാണ്, ഹൂതികൾ ചെയ്തു കൊടുത്തു. അല്ലാതെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ഹൂതികളോ അല്ലെങ്കിൽ ഹമാസോ ഹിസ്ബുള്ളയോ എന്താണ് ചെയ്തത്? അവിടെ പട്ടിണി കിടന്ന് കുറെ കുട്ടികൾ, ഈ പറയുന്ന യുദ്ധം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവിടെ കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. അതിന്റെ എല്ലാം പ്രധാന കാരണക്കാർ ഇവർ തന്നെയാണ്. അവരിലേക്ക് എത്തുന്ന എല്ലാ സഹായങ്ങളും പിടിച്ചടക്കി അത് മുഴുവൻ കൈക്കലാക്കി ഇവരുടെ ഒരു കൂട്ടം നേതാക്കൾ വലിയ ആളുകളാകുന്നു എന്നുള്ളതല്ലാതെ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ എത്രയോ തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയട്ടെ, ഇസ്രയേൽ ഗാസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യത്വരഹിതമായ കാര്യം തന്നെയാണ്. അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ പൂർണ്ണമായും കീഴടങ്ങി കഴിഞ്ഞു അവര്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ വീണ്ടും വീണ്ടും ആ ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കടക്കുന്നത് വലിയ തീക്കളിയാണ്. കാരണം ഇപ്പോൾ ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസമൊക്കെ ടെല്ലവീവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വലിയ പ്രതിഷേധങ്ങൾ സ്വന്തം രാജ്യത്ത് ഉയർന്നു. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക, ഇനി ഗാസയിലെ കുട്ടികളുടെ നിലവിളികൾ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ എന്ന് അവർ പറയുന്നുണ്ട്. കുട്ടികളുടെ നിലവിളി കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന വേറൊരു കാര്യമുള്ളത്, ഭക്ഷണപ്പൊതി വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതിന് മറുവശമായിട്ട് ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിലെ സംഘടന UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭക്ഷണപ്പൊതിയുമായിട്ട് വരുമ്പോൾ ഇത് പിടിച്ചടക്കാൻ ഹമാസുകൾ വരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. പക്ഷെ ആ പറയുന്ന സമയത്ത് ഒരു ഹമാസും കൊല്ലപ്പെടുന്നില്ല, കൊല്ലപ്പെടുന്നത് കുട്ടികളാണ്. പക്ഷെ ഹമാസിന്റെ ആൾക്കാരാണ് ഈ വരുന്നത്. ഹമാസ് നേരിട്ട് വരുന്നില്ലെങ്കിലും ഹമാസിന്റെ ആൾക്കാരാണ് വരുന്നത്. പക്ഷെ ഈ കൊല്ലപ്പെടുന്നവരിൽ ഒരു ഹമാസിന്റെ ആൾക്കാർ കൊല്ലപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. അതായത് അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നതെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം രാജ്യത്ത് എതിർപ്പുകൾ ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കണം, ബന്ദികളെ തിരികെ കൊണ്ടുവരണം, ഇനി ഗാസയിലെ ഒരു കുട്ടി പോലും മരണപ്പെടരുത് എന്നാണ് സ്വന്തം രാജ്യത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനം. അപ്പോൾ അത് നിസ്സാരമായി കാണാൻ കഴിയില്ല. അതില്ല. ഇപ്പൊ ഹൂതികൾ പറയുന്നതും ഇത്രയുള്ളൂ. ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ എല്ലാം തന്നെ ഏഡൻ കടലിടുക്കിൽ വെച്ച്, അറബിക്കടലിൽ വെച്ച്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചും, മെഡിറ്ററേനിയൻ കടലിൽ ഇവിടെ വെച്ചും ഇവിടെ എല്ലാം വെച്ച് ആക്രമിക്കുമെന്നാണ് ഹൂതികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആഗോള ചരക്ക് നീക്കങ്ങളിലുണ്ടായ ഒരാക്രമണം, അത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ലോകത്ത് മൊത്തം തന്നെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു നഷ്ടം ഹൂതികൾ വരുത്തിയിട്ടുണ്ട്. അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തന്നെയും എത്രയോ കപ്പലുകൾക്ക് ആ വഴി ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല. 2-3 വർഷമായി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുൻപ് ചുറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അത് ഭയങ്കര അധികം യാത്രാ ചാർജ് കൂട്ടുന്നുണ്ട്. അതുപോലെ കപ്പലുകളുടെ നീക്കം കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം കപ്പലുകളും ഇപ്പോൾ പിന്മാറുന്നുണ്ട്. കാരണം അങ്ങനെ പോകുമ്പോൾ എങ്ങനെയായാലും രാജ്യങ്ങൾ ചുറ്റിയാണ് പല കപ്പലുകളും ദക്ഷിണാഫ്രിക്കൻ തീരം പറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അധിക ദൂരം അങ്ങനെ യാത്ര ചെയ്ത് പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഇവർക്ക് വേണ്ട ലാഭം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ദിവസങ്ങൾ കുറെ എടുക്കുന്നു സാധനങ്ങൾ എത്താൻ. അപ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നു. ഈ രാജ്യങ്ങളെല്ലാവരും അധിക നികുതി കൊടുക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ എല്ലാ കപ്പല് കണ്ടാൽ ഇവർക്ക് കലി കയറുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഏത് കപ്പലാണെങ്കിലും അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയല്ല എന്നാണ് അമേരിക്കയും ബ്രിട്ടനും ലോകത്ത് മറ്റു രാജ്യങ്ങളും എല്ലാം പറയുന്നത്. ആഗോള വ്യാപാരത്തിന്റെ 13% ഈ മേഖലയിലൂടെയാണ്. അപ്പോൾ ഹൂതി ഭീതി ഒഴിയണമെന്നുണ്ടെങ്കിൽ
അതിന് ഇസ്രയേല് മാത്രം ശ്രമിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ നിലപാട് ബ്രിട്ടന്റെ നിലപാടും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞിടയ്ക്ക് ബ്രിട്ടനും ഈ പറയുന്ന അമേരിക്കയും ചേർന്നായിരുന്നു ഹൂതികൾക്ക് നേരെ ഒരുമിച്ച് ആക്രമണം നടത്തിയത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിന് പരിമിതികളുണ്ട്. യമനിലേക്ക് ആക്രമണം നടത്താൻ പല രാജ്യങ്ങൾക്ക് മുകളിലൂടെ വേണം. അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം അമേരിക്കയ്ക്കാണ്. കാരണം വടക്ക് പടിഞ്ഞാറൻ മേഖല മുഴുവനായിട്ടും ഇപ്പൊ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഈ മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി പിന്തുണയുള്ള സർക്കാരിന്റെ കയ്യിലുമാണ്. അപ്പോൾ സൗദിക്കൊന്നും ഹൂതികൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൗദി ഭരണകൂടത്തിന് ഹൂതികളെ ഭയമാണ്. ഈ സൗദിയെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറിയാൻ വേണ്ടിയിട്ട് ഈ ഇറാൻ ഹൂതികളെ ഉപയോഗിച്ചാണ് അരാംകോയിലേക്ക് സൗദിയുടെ എണ്ണപ്പാടത്തേക്ക് ആക്രമണം നടത്തുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ സൗദി ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ പറയുന്ന അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ്. കാരണം മറ്റവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യമനികൾ എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലം മുഴുവനും ഹൂതി അധീന പ്രദേശങ്ങളിലാണ്. അപ്പോൾ അവിടേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആക്രമണം നടത്തുക എന്ന് പറയുമ്പോഴും പ്രതിസന്ധി രൂക്ഷമാണ്. അവര് സമാന്തര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സിവിലിയൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഗാസയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ സിവിലിയൻസിന്റെ വീടുകളുടെയും ആശുപത്രികളുടെയും ഒക്കെ അടിയിലാണ് ഇവരുടെയും തുരങ്കങ്ങളുണ്ട്. അതാണ് ഒരു പ്രതിസന്ധി. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് കറൻസി ഉണ്ട്. അവരത് കറൻസി പ്രിന്റ് ചെയ്തിട്ട് അവര് തന്നെ ആക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇവരിൽ നിയന്ത്രണമില്ല. ഒരു സമാന്തര സർക്കാർ ഭരണം ഹൂതികൾ നടത്തുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ അമേരിക്ക കൂടി കുറച്ചുകൂടി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ, ട്രംപിനെ നമ്മൾ കളിയാക്കുമെങ്കിൽ പോലും ഇസ്രയേൽ മാത്രം വിചാരിച്ചാൽ ഹൂതികളെ ഒതുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ട്രംപ് സാധ്യത വളരെ കുറവാണ്. പീസ് മേക്കർ ഇവിടെ പീസായി നിന്ന് കഴിഞ്ഞാൽ പ്രതിസന്ധി ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ ഒരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ തന്നെ ഈ നേതാക്കന്മാരുടെ കുറെ തലകൾ വീണ് കഴിയുമ്പോഴത്തേക്കിൽ അവർ ഒതുങ്ങും. അതിൽ ഏറ്റവും പ്രധാനിയുടെ തല അൽഹൂദിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ അൽഹൂദിയുടെ തല വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരിക്കും. കാരണം പുതിയ നേതാക്കന്മാരൊക്കെ വരാൻ, പക്ഷെ 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും ഇനി ഇസ്രയേൽ ഇത് തുടക്കം ഒരു വെള്ളിയാഴ്ച കിട്ടിയ ആക്രമണത്തിന് ഒരു തിരിച്ചടി കൊടുത്തതാണോ അതോ ഇതിവിടെ നിർത്താതെ വീണ്ടും തുടരുമോ എന്നുള്ളത് ചോദ്യമാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.